വിശുദ്ധ അൽഫോൻസിയമ്മയുടെ തിരുനാൾ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് അൽഫോൻസിയമ്മ. 1910 കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ മകളായി അൽഫോൻസിയമ്മ ജനിച്ചു. അന്നക്കുട്ടി എന്നായിരുന്നു അൽഫോൻസിയമ്മയുടെ ചെറുപ്രായത്തിലെ പേര്. ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടെന്നായപ്പോൾ പേരമ്മയായിരുന്നു അവളെ സംരക്ഷിച്ചത്. സന്യാസിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ അവൾ ഉണ്ടായിരുന്നു. സുന്ദരി സുശീലെ ആയതിനാൽ പല വിവാഹാലോചനയും അവൾ വന്നു. അതെല്ലാം മറികടന്ന് 1977 ക്ലാസ് സഭയിൽ ചേർന്നു. 1928 ശിരോവസ്ത്രം സ്വീകരിച്ചു അൽഫോൻസയായി. 1930 സഭാവസ്ത്രം സ്വീകരിച്ചു. 1936 നിത്യവത വാഗ്ദാനം ചെയ്ത് ഈശോയുടെ സ്വന്തമായി. പല രോഗങ്ങളും പ്രയാസങ്ങളും വളരെ ബുദ്ധിമുട്ടുകളും അൽഫോൻസിയമ്മയ്ക്ക് വന്നു. അൽഫോൻസിയമ്മയുടെ വേദനകളെല്ലാം അൽഫോൻസിയമ്മ ഈശോന് സമർപ്പിച്ചു. 1946 യേശു പറയുന്നു യോസേഫേ എന്ന് പറയുന്നു സ്വർഗത്തിലേക്ക് യാത്രയായി. 1953 ദൈവദാസി. 1984 ധന്യ. 1986 വാഴ്ത്തപ്പെട്ടവൾ എന്നിങ്ങനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് 2008 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസിയമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ക്രിസ്ത്യ ജീവിതത്തിന് അൽഫോൻസിയമ്മയുടെ ജീവിതം നമുക്കും മാതൃകയാക്കാം. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസിയമ്മയുടെ തിരുനാൾ ആശംസകൾ.